നേരെ ദുൽഹുലൈഫയിൽ വന്നു. ദുൽഹുലൈഫ ഇപ്പോൾ അബിയാർ അലി എന്നാണ് അറിയപ്പെടുന്നത്. ദുൽഹുലൈഫയിൽ വന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നവിടെ താമസിക്കുകയാണ്. അന്നവിടെ നിന്നു. കൂടെയുള്ള സ്വഹാബികളും അന്നവിടെ താമസിക്കുകയാണ്. പിറ്റേ ദിവസം ഉച്ചയോടുകൂടെ അല്ലാഹുവിന്റെ ഹബീബ് ഇഹ്റാം ചെയ്ത് മക്കയിലേക്ക് പുറപ്പെടുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാമിനായി കുളിച്ചു കഴിഞ്ഞ പുണ്യനബിയുടെ ശരീരത്തിൽ സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹയാണ് അത്തർ പുരട്ടി കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ഇഹ്റാമിലേക്ക് കടക്കുകയാണ്. കൂടെ സ്വഹാബികളും ഇഹ്റാമിലേക്ക് കടക്കുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായി നിങ്ങൾ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. കാരണം ഒരുപക്ഷെ ഈ വർഷത്തിന് ശേഷം നിങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഞാൻ ജീവിക്കണമെന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തിന്റെ സൂചന നൽകുകയാണ് സ്വഹാബികൾക്ക്. പക്ഷേ സ്വഹാബികൾ അത് കാര്യമായി എടുത്തില്ല. അല്ലാഹുവിന്റെ ഹബീബ് ഹജ്ജ് കഴിഞ്ഞ് മാസങ്ങൾക്കകം വഫാത്താകുമെന്നവർ മനസ്സിലാക്കിയതുമില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ഇഹ്റാം ചെയ്ത് പുറപ്പെടുകയാണ് ദുൽഹുലൈഫയിൽ നിന്ന്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ